നല്ല പീസ് നോക്കട്ടെ. ഓക്കെ, 5 എടുത്തോ. ലെഗ് പീസ് ഉണ്ടെങ്കിൽ ഇട കേട്ടാ, പിള്ളേരെ കൊള്ളാം. ചിക്കൻ ബിരിയാണി, ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, പതുക്കെ പതുക്കെ. വാങ്ങിക്കാം. 345 മതി. രണ്ട് കവർ. അല്ല, ബ്രോസ്റ്റഡ് ലോലിപോപ്പ് 2 കവറേ. 250 2 കവറേ. അത് എരിവ് നീ കഴിക്കൂല ബ്രോ. 2 കവറിൽ എത്ര പീസ് വരും? 1 കവറിൽ എത്ര പീസ് വരും? അപ്പോൾ നമ്മൾ 2 ലോലിപോപ്പ് മേടിച്ചു. 1 പീസ് മതി. ഒരു വലിയ പീസ് ഒക്കെ എടുക്കും. അന്നില്ലേ, ഇത് മൈനസ് വാങ്ങിച്ചിട്ട് തരാം. മൈനസ് കൊള്ളാമോ? അത് തന്തൂരി മൈനസ് കൊള്ളായിരുന്നു. തന്തൂരി മൈനസ് മതിയാ. റൈൻ എന്ത് വേണം? 100 ഗ്രാം തന്തൂരി മൈനസ്. എടുക്കാം. മുഹബത്ത് സർബത്തും പാഷൻ ഫ്രൂട്ടും. ഓക്കെ, വെച്ചോ. ഓക്കെ, നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഞാൻ ഒരു 5-6 പ്രാവശ്യം ഈ ഒരു ഹൈദരാബാദ് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രൊമോഷൻ വീഡിയോസ് അങ്ങനെ ഒന്നുമല്ല, പക്ഷേ സംഭവം വെറുത്താണ്. സാധാരണ നമ്മൾ വാങ്ങിച്ചിട്ട് ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് കഴിക്കാറ്. ഇത്തവണ ഫുഡ് കോർട്ടിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. അതുകൊണ്ട് നമ്മൾ കുറേ പാർസൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന കേസ്. നിങ്ങൾ ഫുഡ് കോർട്ടിലാണ് പോകുന്നതെങ്കിൽ കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ വാങ്ങിക്കണം. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്കത് ലാഭമായിരിക്കും. ഓക്കെ, നല്ല ചൂടുണ്ട്. എന്നിട്ടിങ്ങനെ പതുക്കെ തട്ടുക കേസ്. ഓക്കെ, ഇതും ഒരു പ്ലേറ്റ്.
ഹൈദരാബാദ് ബിരിയാണി എല്ലാത്തിലും ഞാൻ ഓരോ ലെഗ് പീസ് വീതം ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് 2 പീസ്. ഇത്രയും സംഭവങ്ങളുണ്ട്. പിന്നെ പതുക്കെ എടുക്കുക. കൊള്ളാം. നമ്മൾ കൊട്ടിയൻ ലുലുമാളി ഇപ്പോൾ കഴിച്ചതിനെ കാട്ടി കൊള്ളായിരുന്നു. നല്ല പീസൊക്കെയാണ്, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പക്ഷെ ടിപ്പിക്കൽ ഹൈദരാബാദ് ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല. പക്ഷെ എന്നാലും സംഭവം കൊള്ളാം, വെറുത്താണ്. ഇത്രയും ബിരിയാണി വന്നിട്ട് 190 രൂപയാണ് ആയിട്ടുള്ളത്. നല്ല രീതിയിൽ കുലുക്കിയിട്ടുണ്ട്. നല്ല തണുപ്പോടെ കൂടി കുടിക്കണം, ഒരു രക്ഷയല്ല. ഓക്കെ, ബിരിയാണി കഴിക്കാൻ റെഡിയാണോ റയാൻ? ഓക്കെ, എല്ലാം റെഡിയാണ്. ഓക്കെ ഓക്കെ, കഴിച്ചോ. പതുക്കെ പതുക്കെ കഴിച്ചോ, വെള്ളം കൂടെ വെച്ചോ. നസറിന് ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? ഓരോരുത്തരോട് കഴിക്കും, കഴിക്കും. അപ്പോൾ നമ്മുടെ ഫുഡിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇനി അടുത്ത ബ്രോസ്റ്റഡ് ചിക്കൻ, നല്ല വലിയ പീസ് ബ്രോസ്റ്റഡ് ചിക്കനാണ്. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ലോലിപോപ്പിൻ്റെ 2 കവർ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ 2 കവർ ലോലിപോപ്പിൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ ആക്ച്വലി ഏകദേശം 16ഓളം പീസുകളുണ്ട്. വെറും 250 രൂപ മാത്രമേ ഉള്ളൂ. ലോലിപോപ്പ് ചിക്കനാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. ഇത് വലിയ പീസാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. ഇത് വന്നിട്ട് ആക്ച്വലി 155ൻ്റെ വലിയ പീസാണ്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കാണിച്ചാൽ നല്ല വലിയൊരു പീസാണ് ബ്രോസ്റ്റഡ് ചിക്കൻ, വലിയ പീസ് ബ്രോസ്റ്റഡ് ചിക്കൻ. അതിന് ശേഷം നമ്മൾ ഇനി അടുത്ത വന്നിട്ട് ആക്ച്വലി നമ്മുടെ ലോലിപോപ്പാണ്, ലോലിപോപ്പ് ബ്രോസ്റ്റഡ് ചിക്കൻ. ലോലിപോപ്പ് ബ്രോസ്റ്റഡ് ചിക്കൻ സംഭവം വെർത്താണ് കേട്ടാ. അതിനുശേഷം വീണ്ടും വരും 500 ഗ്രാമാണ് ആക്ച്വലി. അത് 145 റുപ്പീസ് ആയിട്ടുണ്ട്. ഇത് 155 റുപ്പീസാണ്. 1/2 കിലോയ്ക്കാണ് ആക്ച്വലി റേറ്റ് വന്നിട്ട് 125 റുപ്പീസ് വരുന്നത്. പക്ഷേ എന്താ ഇത്രയും നമ്മൾ KFCന്ന് AFCന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 1000-1500 രൂപയെങ്കിലും. പക്ഷേ ഇത്രയും ബ്രോസ്റ്റഡ് ചിക്കൻ ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് 150, 300, 450, 460 രൂപ ആ ഒരു റേറ്റ് അടുപ്പിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ബ്രോസ്റ്റഡ് ചിക്കനും നമ്മുടെ മയണൈസ് എല്ലാം ഒഴിച്ചിട്ട് ഞാൻ ഇത്രയും അങ്ങ് കഴിക്കണം എന്നുണ്ട്. പക്ഷേ പിള്ളേർക്കെല്ലാം കൊടുക്കണം ഗൈസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കറക്കണം. കറക്കിയിട്ട് സൂപ്പർ. ഗൈസ് പാറ്റിയിട്ടുണ്ടതാ. എന്നിട്ട് ഇത് കൊള്ളാം കേട്ടോ. ചുമ്മാ കഴിക്കുക, തിരിച്ച് കണ്ണു തുറക്കൂലേ.